നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് ബോറടിച്ചിരിക്കുമ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഇത് എൻ്റെ ഒരു ഡേ ഔട്ട് വീഡിയോ ആണ്. ഇപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഒന്ന് ഫ്രഷപ്പായി റെഡിയായി. പിന്നെ സ്ഥലത്തേക്ക് പോവാം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ജസ്റ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക, ഒരു ബസ് പിടിച്ചിട്ട് അങ്ങ് പോവാം എന്നുള്ളൊരു രീതിയിലാണ് ഇറങ്ങുന്നത്. കാര്യം ഇപ്പോൾ ഇവിടെ സമ്മർ തുടങ്ങിയെങ്കിലും തണുപ്പ് എപ്പോൾ വേണേലും കൂടാനുള്ള ചാൻസ് ഉണ്ട്. വലിയ മഞ്ഞും മഴയൊന്നും അല്ല, പക്ഷെ നമ്മൾക്ക് ബെയർ ചെയ്യാൻ പറ്റാത്തൊരു തണുപ്പായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഹുഡിയൊക്കെ എടുത്ത് റെഡിയായി. ഇപ്പോൾ ഇവിടെ നിന്നൊരു 100 മീറ്റർ നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ നിന്ന് ബസ് എടുക്കാം, എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഒരു വണ്ടി കണക്ട് ചെയ്ത് വേറെ എവിടെയെങ്കിലൊക്കെ പോകാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ റോഡിലൂടെ പോകുന്നതൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. നമ്മൾ ഗെയിമിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കുറേ കാറുകൾ അതിങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒരു രസമാണ്. പിന്നെ ഞാൻ എന്താ അവിടെ ഒരു ജെറ്റ് പോകുന്നതൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു. പിന്നെ ഇതൊരു സോളോ ട്രിപ്പാണ്. ട്രിപ്പെന്ന് പറയാൻ പറ്റില്ല, ഒരു സോളോ ഡേ ഔട്ടാണ്. ഞാൻ നേരെ ബസ്സിൽ കയറി. ഇവിടെ നിന്നൊരു $2 $3 എടുക്കുകയാണ് ഒരു 90 മിനിറ്റ്സിനുള്ളൊരു ഫെയർ. നമ്മൾ നേരെ അതിൽ കയറുക, ടാപ്പ് ചെയ്യുക, അങ്ങ് പോവുക. ഇത് അടുത്ത ബസ് കാത്തു നിൽക്കുന്നൊരു സീനാണിത്. അടുത്ത ബസ്സിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കുറേ മാൻഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് സമയം കളയാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ഡ്രൈവർലെസ് കാറാണ് ഇവൻ, വേമോ. അങ്ങനെ ഞാൻ അടുത്ത ബസ് പിടിച്ചിട്ട് നേരെ ഒരു ബീച്ചാണ് പോയത്. സൺസെറ്റ് ഡ്യൂൺസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ സ്ഥലം സാൻ ഫ്രാൻസിസ്കോയിലാണ്. അപ്പം നമ്മുടെ ബീച്ചിലെത്തി. ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഓപ്പൺ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് ഒരു ചെറിയ ബാൻഡായിട്ട് ഒരു 2 കപ്പിളാന്ന് തോന്നുന്നു, അവരിങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനും അതൊക്കെ ഇങ്ങനെ കേട്ട് വൈബ് ചെയ്ത് ആ ബീച്ചിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല തണുത്ത കാറ്റുമായിരുന്നു, എന്നാൽ വെയിലും ഉണ്ട്. അതങ്ങനെ എൻജോയ് ചെയ്തു. ഒരു രസമുള്ളൊരു അനുഭവമായിരുന്നു. ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ബീച്ചിൽ കാണുന്നത്. ഈ മണൽക്കാറ്റ് ഇങ്ങനെ എടുത്ത് പറക്കുന്നത്. ഞാനിങ്ങനെ ആടുജീവിതം സിനിമയിൽ മരുഭൂമിയിൽ മണ്ണ് പറക്കുന്നതല്ലാതെ ബീച്ചിൽ പോയിട്ട് ഇത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇവിടെ ഒരാൾ പാരാസർഫിങ്ങോ അതിനെന്താ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല, അതിങ്ങനെ കാറ്റത്ത് ആളെയും വലിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമാണ്. ഇടയ്ക്കത് അയാളെയും കൊണ്ട് അങ്ങ് പറക്കും, പിന്നെ അയാൾ വീണ്ടും ലാൻഡ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ ഞാനിവിടെ ഒരു 2 hours സ്പെൻഡ് ചെയ്തു. എന്നിട്ടൊരു സൺസെറ്റും കണ്ടിട്ട് ഇങ്ങനെ പോന്നു. നിങ്ങൾ ഫോൺ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു നല്ല സൺസെറ്റ് കാണാം. പിടിച്ചോ. നമ്മളെടുക്കുന്ന സ്റ്റെപ്പ് എത്ര ചെറുതായിക്കോട്ടെ, നമ്മളുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തുക. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.